മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി വളാഞ്ചേരി നഗരസഭയിൽ നഗരസഭാ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇബ്രാഹിം മാരാത്ത്, CM റിയാസ്, മുജീബ് വാലാസി, റൂബി ഖാലിദ് എന്നിവർ സംസാരിച്ചു. അതിൽ ആ സമയത്ത് ആർക്കാണ് ഇത് സംബന്ധിച്ചുള്ള കേസ്മാർട്ട് ഒക്കെ നിലവിൽ വന്നതാണ്. അപ്പോൾ ഇനി എല്ലാ സർവീസുകളും വില്ലേജിലുള്ള സർവീസുകളൊക്കെ ഓൾറെഡി ഓൺലൈനിലായി. നഗരസഭയിലെയും എല്ലാ സർവീസുകളും ഓൺലൈനിലാണ്. അതുപോലെ തന്നെ നമുക്ക് പണ ഇടപാടുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലൂടെ നടക്കുമ്പോൾ ഇതെല്ലാം പ്രാപ്തരാക്കിയിട്ട് നവംബർ 1 സമ്പൂർണ്ണ ഡിജി കേരളയായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നഗരസഭയിലെ ജൈവ മാലിന്യ സംവിധാനങ്ങൾ, അജൈവ മാലിന്യ സംവിധാനങ്ങൾ, ഹരിതകർമ്മസേന, ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ്, എൻഫോഴ്സ്മെന്റ്, IEC ക്യാമ്പയിൻ എന്ന വിഷയങ്ങളിൽ ഗ്രൂപ്പ് ചർച്ച നടത്തുകയും കൗൺസിലർമാർ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. കൗൺസിലർമാരായ EP അച്യുതൻ, സിദ്ദീഖ് ഹാജി കളപ്പുലാൻ, KV ശൈലജ, സുബിത രാജൻ, ആബിദ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിലെ നിലവിലെ അവസ്ഥയും ഭാവി പദ്ധതികളെക്കുറിച്ചും നഗരസഭാ സെക്രട്ടറി H. സീന, ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബീന സണ്ണി, KM റഷീദ്, KSW MP എൻവയറൺമെന്റ് എക്സ്പെർട്ട് ഡോക്ടർ ലതിക, ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫ് TP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു, KSW MP എഞ്ചിനീയർ ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. കിംല RP മാർ, സന്നദ്ധ പ്രവർത്തകർ, ഹരിത കർമ്മസേനാംഗങ്ങളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.